വിശേഷ പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഭഗവത്ഗീത ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിനും ഹരിനാമ ചാൻഡിങ് ചെയ്യുന്നതിനുമായിട്ട് ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഹിസ് ഗ്രേസ് രാധികേശ ശ്രീകൃഷ്ണദാസ് പ്രഭുവിനെയാണ്. ഇന്ന് പ്രഭു നമുക്ക് പറഞ്ഞു തരുന്നത് 15-ാം അധ്യായത്തിലെ 20 ശ്ലോകങ്ങളാണ്. ഇപ്പോൾ പുരുഷോത്തമ മാസം നടക്കുകയാണെന്ന് വളരെ നല്ല ഒരു നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ് 15-ാം അധ്യായം. അപ്പൊ ഇന്ന് പ്രഭുവിൽ നിന്ന് അത് കേൾക്കാം. അതിനു മുമ്പായിട്ട് പ്രഭുവിനെ കുറിച്ച് രണ്ടു വാക്ക്. ഹിസ് ഗ്രേസ് രാധികേശ ശ്രീകൃഷ്ണദാസ് എന്ന രാജേഷ് മേനോൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ സ്വദേശിയാണ്. ഖത്തറിൽ ജോലി ചെയ്ത് കുടുംബസമേതം താമസിച്ചു വരുമ്പോൾ 2016-ൽ പ്രഭുവും കുടുംബവും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ തുടക്കം കുറിച്ചു. ആദ്യ ശിക്ഷാ ഗുരുക്കളായ ഹെർ ഗ്രേസ് ബിന്ദുമതി രാധാദേവി ദാസി മാതാജിയും ഹിസ് ഗ്രേസ് ഗോവിന്ദ ബന്ധു ഗോപകുമാർ പ്രഭുവുമായിരുന്നു സകല പ്രോത്സാഹനവും പ്രചോദനവും നൽകിയത്. 2026 മാർച്ചിൽ പ്രഭുവിന് ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി ഗുരു മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. നാട്ടിൽ വന്നതിന് ശേഷം കൊച്ചി ഇസ്കോണുമായി ചേർന്ന് പ്രഭു കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഹിസ് ഗ്രേസ് രാധികേശ ശ്രീകൃഷ്ണ പ്രഭുവിനെ ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഉള്ളത് ജപമാണ്. എല്ലാവരും ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് അറിയാം, ക്ലാസ്സിലും ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് തുടങ്ങാം, ഒന്നിച്ച് തന്നെ തുടങ്ങാം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ശ്രീമതേ ജപതാക സ്വാമി ആചാര്യപാദായ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി. എല്ലാവരും തുടങ്ങാം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഒരുമിച്ച് ചൊല്ലാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
हरे राम राम हरे राम 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 हरे राम हरे 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 कृष्ण कृष्णा हरे हरे कृष्ण कृष्णा हरे कृष्णा कृष्ण कृष्ण कृष्णा कृष्ण हरे 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 राम हरे राम हरे राम 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 हरे 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 कृष्णा कृष्ण हरे हरे कृष्णा कृष्ण 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 कृष्णा कृष्ण हरे 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 राम हरे हरे राम राम हरे राम 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 हरे 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 कृष्णा हरे हरे कृष्ण कृष्णा हरे कृष्ण कृष्ण कृष्णा कृष्ण हरे कृष्ण हरे 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 राम हरे हरे राम 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 हरे 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 कृष्णा हरे कृष्ण कृष्णा कृष्ण कृष्णा कृष्ण हरे 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 राम राम हरे हरे राम 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 हरे 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 कृष्ण कृष्णा कृष्ण कृष्ण कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण हरे कृष्णा कृष्ण 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 कृष्णा हरे 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 राम राम हरे हरे राम 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 हरे 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 कृष्णा कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा कृष्ण 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 हरे 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 राम हरे राम 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 हरे राम हरे 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 कृष्णा कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण 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 हरे कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे कृष्ण हरे 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 राम राम हरे राम हरे 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 कृष्ण 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 हरे कृष्ण हरे 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 राम हरे राम हरे राम हरे 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 कृष्ण 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 हरे 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 राम हरे राम हरे 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 कृष्ण 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 हरे कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे कृष्ण हरे 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 राम हरे राम हरे राम हरे 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 कृष्ण 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 हरे हरे कृष्ण हरे कृष्ण हरे हरे राम हरे 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 राम हरे राम हरे हरे कृष्ण कृष्ण हरे कृष्ण 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 राम हरे राम हरे राम हरे 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 राम हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे राम हरे 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 कृष्ण 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 हरे कृष्ण हरे 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 राम राम हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण कृष्ण हरे कृष्ण हरे कृष्ण हरे 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 राम हरे 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 कृष्ण हरे कृष्ण 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 हरे कृष्ण हरे कृष्ण हरे 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 राम हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे कृष्ण हरे 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 राम हरे 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 कृष्ण 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 हरे 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 राम हरे 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 राम हरे राम कृष्ण कृष्ण हरे 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 कृष्ण राम हरे 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 कृष्ण राम हरे राम कृष्ण राम हरे राम हरे हरे राम हरे 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 कृष्ण 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 हरे 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 राम हरे 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 कृष्ण राम हरे 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 कृष्ण 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 हरे 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 राम हरे 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 कृष्ण 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम हरे 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 कृष्ण हरे 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 राम हरे 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 कृष्ण कृष्ण Hare कृष्ण हरे Hare हरे Krishna Hare हरे Krishna Krishna Hare 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 Rama Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama Hare Rama 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 Hare 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 Krishna Rama, Krishna Hare Krishna Rama, Hare Rama Hare Rama, Hare Hare. Hare Rama Hare Rama Hare Rama Krishna, Rama Hare Krishna Hare Krishna, Krishna 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 Hare Krishna Hare. Hare 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 Rama, Hare Hare Rama, Rama Rama Hare Rama, Rama Hare Rama Hare. Rama Hare 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 Krishna Krishna, Krishna कृष्ण Hare हरे Hare कृष्ण Hare कृष्ण Hare Hare. कृष्ण Rama हरे Hare Hare Rama हरे Rama हरे Rama Krishna, Hare हरे Hare Hare Krishna राम Krishna हरे Krishna हरे Hare हरे Hare Krishna, कृष्ण Hare हरे Hare Krishna, Rama कृष्ण Hare Krishna Rama कृष्ण Rama Krishna Rama हरे Hare Hare. हरे Hare हरे Krishna Hare राम Krishna Rama, राम Krishna राम Hare Hare राम Hare Rama, Hare Hare Rama Krishna. Hare Rama हरे Rama कृष्ण Rama Hare Hare कृष्ण Hare Krishna, कृष्ण Krishna हरे Hare Krishna हरे
Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Krishna, Krishna, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, 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 Hare Hare, Hare Rama, Rama Rama, Hare Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Rama, Rama Rama, Rama Hare Hare, Krishna, Rama Rama, Rama Rama, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Rama, Rama Rama, Rama Rama, Rama Rama, Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Hare Krishna, Hare Rama, Rama Rama, Rama Hare Krishna, Hare Hare, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Hare Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Hare Hare, Hare Hare Hare, Hare Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Hare Hare, Hare Hare, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, 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 Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Krishna, Hare Krishna, Hare Rama, Rama Rama, Rama Hare Hare, Hare Rama, Hare Krishna, Krishna, Hare Hare, Rama, Rama Rama, Rama Hare Hare, Hare Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Hare, Rama, Rama Rama, Rama Hare Hare, Hare Krishna, 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 Hare Hare, Rama, Rama Rama, Rama Hare Hare, Hare Krishna, Hare Krishna, Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, 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 Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna, Hare Hare, Rama, Rama Rama, Rama Hare Krishna, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, 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 Hare Hare, Hare Rama, Rama Rama, Rama Rama, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, 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 Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Rama, Hare Hare, Hare Krishna, Hare Rama, Hare Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna Krishna, Rama Rama Hare Hare, Hare Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Krishna, Hare Krishna, Krishna Hare Hare, Hare Rama, Rama Rama Hare Hare, Hare Krishna, Hare Rama, Rama Rama, Rama Hare Hare, Hare Krishna, Rama Rama Hare Krishna, Hare Rama Rama. എല്ലാവരും ചൊല്ലിന്ന് വിചാരിക്കുന്നു. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ, ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗുരുഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ.
വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിമിത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമി നാമൻ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശപാരണെ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ദ്വൈത ഗദാധര ശ്രീവാസാദി ഗുരുഭക്ത വൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ ഇന്നത്തെ അധ്യായം 15 പുരുഷോത്തമ യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ മാതാജി പറഞ്ഞ പോലെ പുരുഷോത്തമ മാസത്തിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് വായിക്കാൻ പറ്റിയ ഒരു ഭഗവത്ഗീത അധ്യായമാണ് പുരുഷോത്തമ യോഗം. അപ്പൊ നമുക്ക് ഇന്ന് ഈ അധ്യായത്തിൽ 20 ശ്ലോകങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം എല്ലാവരും ഇപ്പോൾ 1 മുതൽ 14 അധ്യായം വരെ കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലെ. 1 മുതൽ 14 അധ്യായം വരെ കണ്ടു. അപ്പൊ 14 അധ്യായത്തിൽ നമ്മൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് അല്ലെ. അപ്പോ അവിടെ എന്താണ് കണ്ടതെന്ന് വെച്ചാല് ഒരുവന്റെ കർമ്മക്ഷേത്രത്തിൽ അവനെ ബന്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭൗതിക പ്രകൃതിയുടെ സത്വരജോ തമോ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ കണ്ടു അല്ലെ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങളാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ജീവാത്മാവിനെ ഇവിടെ തളച്ചിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ അപ്പൊ അവന്റെ ആ ഒരു കർമ്മക്ഷേത്രത്തിൽ അതിനെ ബന്ധിക്കുകയും അവനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അതാണ് നമ്മൾ കണ്ടു. അപ്പൊ ഇതെല്ലാം 14 അധ്യായം വിശദീകരിച്ചു. അതിനുശേഷം ഭഗവാൻ ആ 14 അധ്യായത്തിന്റെ അവസാന ഭാഗമായി 26 ശ്ലോകത്തിൽ വന്നപ്പോ ഭഗവാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള മാർഗം അല്ലെ. എല്ലാത്തിനും ഭഗവത്ഗീത നമുക്ക് ഒരു സൊല്യൂഷൻ തരുന്നുണ്ട് അല്ലെ. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതെല്ലാം ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോ ഭഗവാൻ 14:26 പറഞ്ഞു, മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് പറഞ്ഞു അല്ലെ. അതായത് ആരാണോ ഒട്ടും അതായത് ഏത് പ്രതികൂല സാഹചര്യം വന്നാലും അവിടെ ഒന്നും വ്യതിചലിക്കാതെ അല്ലെ, അവ്യഭിചാരേണ വ്യതിചലിക്കാതെ ആരാണോ ഭക്തിപൂർവ്വം എന്റെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് ഈ വേഗത്തിൽ ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം, ഈ അതീന്ദ്രിയാവസ്ഥയിലെത്താം. അപ്പൊ ഭഗവാൻ പറയുന്നു എങ്ങനെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തില് ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് ചെയ്താൽ എത്താൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പോ നമുക്ക് ഈ ഒരു ഭൗതിക ലോകത്ത് വന്നാൽ ഈ ത്രിഗുണങ്ങളുടെ പ്രഭാവം നമ്മളിലുണ്ട് അല്ലെ. അത് നമ്മൾ കണ്ടു. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ട്. അപ്പൊ എങ്ങനെ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിലെ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, ഈ ഭൗതിക ലോകം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാം, ഇതാണ് ഭഗവാൻ 15 അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അതാണ് 14 നിന്ന് 15 കണക്ഷൻ. അപ്പോ ത്രിഗുണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് നമ്മളെ എവിടെയെങ്കിലും പിടിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കണം അല്ലെ. എവിടെയാണ് ഇതിന്റെ വാതിൽ, എവിടെയാണ് ഇതിന്റെ താക്കോല്, അല്ലെങ്കിൽ ഏത് പഴുതിലൂടെ നമുക്ക് ചാടിപ്പോകാം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഭൗതിക ലോകത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ എങ്ങനെ ഇവിടുന്ന് ഈ ത്രിഗുണങ്ങളെ അതിക്രമിക്കാം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് 15 അധ്യായം നമുക്ക് ഭഗവാൻ 15 അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് അത് നോക്കാം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമഥ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. വിവർത്തനം. ശ്രീല പ്രഭുപാദ്, ജയ ശ്രീല പ്രഭുപാദ്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. വേദജ്ഞൻ എന്ന് വെച്ചാൽ വേദങ്ങളെ മുഴുവനായിട്ട് അറിയുന്ന ഒരു വ്യക്തി. അപ്പൊ ഇവിടെ ഭഗവാൻ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചാണല്ലോ അറിയേണ്ടത്. അതിനെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് തലകീഴായ ഒരു അശ്വത്ഥ വൃക്ഷമായിട്ട് ആൽവൃക്ഷമായിട്ട് ഭഗവാൻ താരതമ്യപ്പെടുന്നു. അപ്പൊ ഈ ഭൗതിക ബന്ധങ്ങളെയാണ് തലകീഴായ വൃക്ഷമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മളൊരു തടാകത്തിന്റെ വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉപമയാണ് ഭഗവാനോട് തന്നിരിക്കുന്നതും ഈ ഒരു ശ്ലോകവും. കാരണം ഈ ഒരു
ഈ ഒരു പ്രത്യേകതയുള്ള വൃക്ഷത്തിലൂടെയാണ് നമുക്ക് ഭൗതിക ലോകത്തെ നമുക്ക് ഭഗവാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോ ഭൗതിക ലോകം, ഇപ്പൊ നമ്മളൊരു തടാകത്തിന്റെ അരികത്ത് പോയാൽ, ഒരു തടാകത്തിനോട് ചേർന്നിട്ടൊരു ഒരു വലിയ മരം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ കാണാം, ആ മരം നേരെ നിൽക്കും, വേരുകൾ താഴെയും മണ്ണില്, മരം മുകളിലേക്കാണ് വളർന്നു നിൽക്കുന്നത്, ചില്ലകളും ഇലകളെല്ലാം മുകളിലേക്കായിരിക്കും അല്ലെ. പക്ഷെ വെള്ളത്തിൽ നോക്കിയാൽ അത് വെള്ളത്തിന്റെ പ്രതലം ഇളകുന്നില്ലെങ്കിൽ നോക്കിയാൽ ഇത് തല കീഴായിട്ട് വെള്ളത്തിൽ കാണാൻ പറ്റും അല്ലെ. അപ്പോ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വേരുകൾ മേലോട്ടും ഇല താഴേക്കുമായിട്ട് ചില്ലകൾ താഴേക്കുമായിട്ട് കാണാം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പോ ഇവിടുത്തെ ഈ തലകീഴായ വൃക്ഷം എന്ന് പറയുന്നത് ഒരു പ്രതിബിംബമാണ്. എന്തിന്റെ പ്രതിബിംബമാണ്? യഥാർത്ഥ ആത്മീയ ലോകത്തിന്റെ. അപ്പൊ ആത്മീയ ലോകം എന്നുള്ളത് അത് സത്യമായിട്ടുള്ളതാണ്. ഇതതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളുടെ ആത്മീയ ലോകം, നമ്മളുടെ ഭൗതിക ലോകം. അപ്പൊ ആത്മീയ ലോകത്തില് ഇവിടെ നമ്മൾ എന്തെല്ലാം കാണുന്നു അതെല്ലാം ആത്മീയ ലോകത്തുള്ളത് തന്നെയാണ്. ഈ പ്രതിഫലനം ഉണ്ടാകുന്നത് നമ്മുടെ തൃഷ്ണയിലാണ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആഗ്രഹത്തിലാണ് ഈ പ്രതിഫലനം. അപ്പോ നമ്മുടെ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഈ ഈ പ്രതിഫലനം ഇല്ലാണ്ടാവും. അപ്പൊ നമുക്ക് എവിടേക്ക് എത്താം? നമുക്ക് യഥാർത്ഥ വൃക്ഷത്തിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു വളരെ മനോഹരമായ വിശദീകരണമാണ് ഇവിടെ തരുന്നത്. വളരെ മനോഹരമായ ഒരു ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദർ നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നു. അപ്പൊ ഇവിടെ ഭൗതിക അസ്തിത്വം എന്ന് പറയുന്ന ഈ ഒരു മരത്തെ മുറിച്ച് എങ്ങനെ ത്രിഗുണങ്ങളെ അതിക്രമിക്കാം എന്നാണ് ഇവിടെ ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭൗതിക ലോകം, ഈ തലകീഴായ ഭൗതിക ലോകം ഒരു പ്രതിഫലനമാണ് യഥാർത്ഥ ലോകത്തിന്റെ. അതാണ് ആ യഥാർത്ഥ വൃക്ഷത്തിന്റെ ഒരു പ്രതിബിംബം പോലെയാണ്. ഇത് വളരെ ക്ഷണികമാണ് ഈ ഒരു പ്രതിഫലനം. നമ്മളുടെ ഇത് ഇവിടെ റിയൽ ആയിട്ടുണ്ട്, പക്ഷെ ഇതൊരു പ്രതിഫലനം ക്ഷണികമാണ് കൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോ ഇത് ആത്മീയ ലോകത്തിൽ ഉള്ള എല്ലാം ഇവിടെയുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇവിടെ പറയുന്നത് ഇലകൾ ആത്മ ഉന്നതിയെ ലക്ഷ്യമാക്കുന്ന വേദസൂക്തങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ മരത്തിന്റെ ഇലകൾ, അപ്പൊ ഈ മരത്തിനെ നമ്മൾ വർണ്ണിക്കുകയാണെങ്കിൽ, ഈ മരം നമുക്കറിയാം ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് 14 ലോകങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഈ 14 ഏറ്റവും മുകളിൽ അതാണ് ബ്രഹ്മലോകമാണ് അല്ലെ. നമുക്കറിയാം 14 ലോകത്തിൽ ഏറ്റവും ബ്രഹ്മാവിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വേര് അവിടെയാണ്. അവിടെ നിന്നാണ് ഈ മരം കീഴോട്ട് വരുന്നത്, മനസ്സിലായില്ലേ. അതാണ് ആ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മരത്തിന്റെ താഴത്തെ ചില്ലകളിലെല്ലാം അവബോധം കുറഞ്ഞ അസുര വ്യക്തികളായിരിക്കും. നമ്മൾ പറയൂലേ അതല വിതല സുതല എന്ന് പറയുന്ന പോലെ, മേലോട്ട് നമ്മൾ പറയും ഓരോരോ ജനലോകം, തപലോകം, ബ്രഹ്മലോകം എന്ന് പറയുന്ന പോലെ നമ്മൾ മധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഭൂലോകം ഉള്ളത്. അപ്പോ ഇവിടെ ഇതിന്റെ മേലോട്ട് പോകുന്നവരും ആ ബ്രാഞ്ചുകളിൽ ദൈവിക ഗുണമുള്ളവരുണ്ടാകും, താഴോട്ട് പോകുന്നവരും ആസുരിക ഗുണമുള്ളവരുണ്ടാകും. അതാണ് അപ്പോ ഇതാണ് ഈ ഒരു ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ മെറ്റീരിയൽ, അതായത് ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്കുള്ള ഒരു കണക്ഷൻ, അതിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ ഒരു ഫസ്റ്റ് സെറ്റ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ഒരു സമ്മറി. നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. അതിന്റെ ഒരു 1ഉം 2ഉം ശ്ലോകത്തിൽ ഈ വൃക്ഷത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. അഥ ചോർത്തം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃത്താ വിഷയപ്രവാല അഥ ച മൂല്യാനനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുണ്ട്. അവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രയും. ഇവിടെ പറയുന്നു ഈ വൃക്ഷത്തിന്റെ ശാഖകള്, ഈ നമ്മളിപ്പോ ഒരു മരം നട്ടു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് അതിന് വളമൊക്കെ കൊടുത്താൽ അത് വളരും അല്ലെ. അതുപോലെ ഈ വൃക്ഷം വളരുന്നത് എങ്ങനെ, ഇതിന്റെ ശാഖകൾ വളരുന്നത് എന്തുകൊണ്ടാണ്? ഭൗതിക പ്രകൃതി ത്രിഗുണം, നമ്മൾ 14ാം അധ്യായത്തിൽ കണ്ട ആ സത്വരജോ തമോ ഗുണങ്ങൾ കൊണ്ടാണ് ഈ മോളിൽ വേരുള്ള വൃക്ഷം താഴേക്ക് പടർന്ന് പന്തലിക്കുന്നത്, മനസ്സിലായി. അപ്പം ഈ ത്രിഗുണങ്ങളാണ് ഇതിനെ വളർത്തുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിന്റെ ചില്ലകൾ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ശാഖയിൽ നിന്ന് ചില്ലകൾ തുടങ്ങും അല്ലെ. ആ ചില്ലകൾ തുടങ്ങുന്ന ആ ഒരു പോയിന്റ്, അതാണ് ഇന്ദ്രിയങ്ങളുടെ ആ ജംഗ്ഷനിൽ നിന്ന് ചില്ലകളാണ് ഇന്ദ്രിയ വിഷയങ്ങൾ എന്നതാണ് ഈ മരത്തിൽ. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം പിടിച്ചെടുക്കും. പക്ഷെ വേദമന്ത്രങ്ങൾ കഴിഞ്ഞതിൽ പറഞ്ഞ അതെല്ലാം വേദമന്ത്രങ്ങളാണ് ഇലകളായിട്ട് കാണുന്നത്. അതാണ് ആ മരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ത്രിഗുണങ്ങളാണ് ഇതിനകത്ത് പോഷണം കൊടുക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ ഈ മരം നമുക്കറിയാം മുകളിൽ നിന്ന് താഴോട്ടാണ് വളരുന്നത്. ഇതിന് മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ
ഇതിനകത്ത് കുറെ തായ് വേരുകളുണ്ട്. അപ്പൊ മെയിൻ വേര് അവിടെ ഏറ്റവും മുകളിലാണ്, ബ്രഹ്മലോകത്തിലാണ് നിൽക്കണമെങ്കിലും ഇതിന്റെ തായ് വേരുകള്, ഒരുപാട് വേരുകൾ താഴേക്കുണ്ട്. ഇത് ഈ മനുഷ്യ ഗ്രഹങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ്. ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ദ്വന്ദ്ങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് സ്നേഹം, വെറുപ്പ്, ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ വേരുകൾ, അതാണ് ഈ വേരുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വേരുകൾ വന്നിട്ട് ഈ മനുഷ്യരുള്ള ഈ ഗ്രഹങ്ങളിലെല്ലാം, അപ്പൊ ഈ 14 ലോകത്തിൽ ഓരോ സ്ഥലത്ത് ഇത് കയറിയിട്ട് വേര് ഉറയ്ക്കും. അപ്പൊ മരം പെട്ടെന്നൊന്നും മറിഞ്ഞു വീഴില്ല. കാരണം ഈ രാഗദ്വേഷങ്ങൾ അതിന്റെ വേരുകൾ ഉറപ്പിക്കും, ഈ ദ്വന്ദ്ങ്ങൾ അതിന്റെ വേരുകൾ അവിടേക്ക് ഉറപ്പിക്കും. അപ്പോ ഈ ഈ മരത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപരി ബ്രാഞ്ചുകൾ, മേലോട്ടുള്ള ബ്രാഞ്ചുകളിലെല്ലാം എന്തായിരിക്കും, സത്വ ഗുണത്തിലുള്ളവരായിരിക്കും. രജോ തമോ ഗുണക്കാരെല്ലാം താഴോട്ടുള്ള ബ്രാഞ്ചുകളിലായിരിക്കും. അപ്പോൾ ചില വ്യക്തികൾ എന്ത് ചെയ്യും, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ഇത്തിരി സത്വഗുണമുള്ള ബ്രാഞ്ചിലേക്ക് കയറാൻ ശ്രമിക്കും, അല്ലെ? അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ, ആ പുണ്യങ്ങളുടെ ഫലം തീരുമ്പോൾ 9.21 കണ്ട പോലെ ക്ഷീണേ പുണ്യേ മർത്തിലോകം വിശന്തി. നമ്മള് ഒരു താൽക്കാലിക രക്ഷ എന്നുള്ള രീതിയിൽ കുറെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു വേറൊരു ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ അത് ഈ ഒരു മരത്തിന്റെ ഉള്ളിൽ തന്നെയാണ്, ഈ 17-14 ലോകത്തിൽ എന്ന് പറയുന്ന പോലെ ഈ മരത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ വേറൊരു ബ്രാഞ്ചിലേക്ക് കയറിയാലും ആ ബ്രാഞ്ചിൽ ചെന്ന് ഇതുവരെ ചെയ്ത പുണ്യം തീരുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നേരെ വീണ്ടും താഴേക്ക് തന്നെ വന്ന് പതിക്കും. അതാണ് ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി. നമ്മൾ ചെയ്ത ഒരു കർമ്മങ്ങളുടെ പുണ്യം ക്ഷീണിക്കുമ്പോൾ, ആ പുണ്യം കഴിയുമ്പോൾ നമ്മൾ മർത്യലോകത്ത് തന്നെ വീണ്ടും നമ്മൾ ഒന്നെന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു രക്ഷപ്പെടൽ വേണം, അല്ലെ? അപ്പൊ ഈ കർമ്മഭൂമിയാണ് നമ്മുടെ ഈ മനുഷ്യ ലോകത്തിന് പറയുന്നത്, കർമ്മഭൂമിയാണ്. അപ്പോ ഈ ടെമ്പററി ആയിട്ട് നമ്മൾ കുറച്ച് പുണ്യം ചെയ്ത് പോയാൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്ന് പതിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് പെർമനന്റ് ആയിട്ട് തന്നെ ഇവിടെ നിന്ന് ഈ ജന്മ മൃത്യു ജരാവ്യാധിയെ, ആ ചക്രത്തിനെ ഭേദിച്ച് പോകണം. അപ്പൊ അതെന്ത് ചെയ്യണം എന്നുള്ളത് ഭഗവാൻ ഇനി നമുക്കത് പറഞ്ഞു തരികയാണ്. വൃക്ഷത്തിന്റെ വിവരണം 1-ലും 2-ലും കഴിഞ്ഞു. 3-4 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നു എങ്ങനെ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു രക്ഷപ്പെടലിലേക്ക് പോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് നമ്മൾ ഈ ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കണം, ഭൗതിക ലോകത്തിനെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഡെസ്റ്റിനേഷനെ കുറിച്ച്, ആത്മീയ ലോകത്തിനെ കുറിച്ച് അറിയാം. അതാണ് ഭൗതിക ലോകവും ആത്മീയ ലോകവും, അതിന്റെ വിവരണമാണ് നമ്മളിപ്പോ ഇനി അങ്ങോട്ട് 6-ാമത്തെ ശ്ലോകം വരെ കാണാൻ പോകുന്നത്. 3-ാമത്തെ ശ്ലോകം നോക്കാം. നരൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്ത. ശ്ലോകം 4. തതപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസൃത പുരാണി. ഇവിടെ വിവർത്തനം പറയുന്നു, ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേര് ഉറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയായിരുന്ന ആയുധത്താൽ ഛേദിച്ചു കളയും. അതാണ് ആ 3-ാമത്തെ ശ്ലോകത്തിലെ അസംഗശസ്ത്രേണ. വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, അണ്ടർലൈൻ ചെയ്യുക. അസംഗശസ്ത്രേണ എന്ന് വെച്ച് കഴിഞ്ഞാല് വിരക്തിയാകുന്ന അല്ലെങ്കിൽ അനാസക്തിയാകുന്ന ആയുധമാണ് നമ്മുടെ കയ്യിൽ. നമ്മുടെ വാളെന്താണ്? വിരക്തി, ആ ഭൗതികതയോടുള്ള അനാസക്തി. അതുകൊണ്ടാണ് നമ്മൾ ഈ മരത്തെ മുറിച്ചു കളയേണ്ടത്. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു വരവില്ലയോ ആ ദിവ്യപാദം പൂകി സ്മരണാതീത കാലം മുതൽക്കുള്ള എല്ലാറ്റിന്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. അപ്പൊ ആദിപുരുഷന്, ഭഗവാന് നമുക്ക് സ്വയം സമർപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അസംഗശസ്ത്രേണ, നമ്മള് ഈ ഒരു നമ്മളുടെ ഈ അനാസക്തി എന്നുള്ള ആയുധം കൊണ്ട് നമ്മൾ ഇതിനെ മുറിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ മരത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ഇതിന്റെ വേര് കണ്ടെത്തി പോകണം നമുക്ക്, അല്ലെ? വേര് കണ്ടെത്തി പോയാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ വേര് കണ്ടപ്പോ നമ്മൾ ആരാണ്? നമ്മൾ പിതാവ് ആരാണ്? പിതാവിന്റെ പിതാവ് ആരാണ്? അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോയാൽ നമ്മൾ എവിടെ എത്തും? അവസാനം നമ്മളെ സൃഷ്ടിച്ച നമ്മൾ പിതാവ് ഭഗവാനിലെത്തും. ആദ്യം ബ്രഹ്മാവിലെത്തും, പിന്നെ നമ്മൾ ഭഗവാനിലെത്തും, അല്ലെ? അപ്പൊ ഇത് നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് യൂട്യൂബ് എടുത്തിട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ നമുക്കിത് കിട്ടില്ല. നമുക്കിത് കിട്ടണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം, അല്ലെ? ഈ ജ്ഞാനം എന്തിനാണ് ആവശ്യം? നമുക്ക് ഈ വിരക്തി നേടാൻ, ഈ അസംഗശസ്ത്രേണ എന്ന് പറയുന്ന നമുക്ക് ഈ അനാസക്തി നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾക്ക് ജ്ഞാനം ആവശ്യമുണ്ട്. ഭഗവാനെ കുറിച്ച് അറിയണം, അല്ലെ? നമുക്ക് അതിനെക്കുറിച്ച് അറിയണം. ഈ ഭൗതിക പ്രകൃതി, ഈ ആധ്യാത്മിക പ്രകൃതിയെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. അപ്പൊ ആ ജ്ഞാനം വേണമെങ്കിൽ നമുക്ക് ഒരു ഗുരു ആവശ്യമാണ്, ഒരു
യഥാർത്ഥ ജ്ഞാനം ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഒരു വ്യക്തി പോരാ, ഒരു യഥാർത്ഥ ബോണഫൈഡ് സ്പിരിച്വൽ മാച്യൂരിറ്റി, യഥാർത്ഥ പരമ്പരയിലുള്ള ഒരു ശ്രീല പ്രഭുപാദരെ പോലുള്ള ഒരു ഗുരുവും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് വഴി തെറ്റാണ്ട് തന്നെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് നവവിധ ഭക്തിയൊക്കെ നമ്മൾ അല്ലെ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ പറഞ്ഞപ്പോ പലതവണ കേട്ടിട്ടുണ്ട്. നവവിധ ഭക്തി 9 തരത്തിൽ നമുക്ക് ഭക്തി ചെയ്യാം അല്ലെ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് നവവിധ ഭക്തി. അപ്പൊ ഇതിനകത്ത് ശ്രവണം, കീർത്തനം, ശ്രവണം ഏറ്റവും പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് ശ്രവണം, കീർത്തനം, സ്മരണമാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ. നമ്മൾ ഭഗവാനെ കുറിച്ച് നമ്മൾ പറയുന്നു, അതാണ് കീർത്തനം. അത് പാട്ടാവാം, പറയലാവാം, എന്തും അതെല്ലാം കീർത്തനമാണ്. അതുപോലെ തന്നെ നമ്മളത് ശ്രവിക്കുന്നു അല്ലെ, അതിനൊപ്പം നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും നമുക്ക് ഈ കലിയുഗത്തിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള എന്താണ് നമുക്ക് ചെയ്യാവുന്ന കലിയുഗ ധർമ്മമാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ശ്രീല പ്രഭുപാദ് നമുക്കത് വളരെ വിശദീകരിച്ച് തന്നിരിക്കുന്നു. നമ്മുടെ ഹരിനാമ സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ ഹരിനാമ ജപം നമ്മളിപ്പോ ചെയ്തത് തന്നെ. അപ്പോൾ ദിവസവും നമുക്ക് ഈ നാമജപം ചെയ്യാൻ സാധിക്കണം. ജപത്തിന്റെ പ്രാധാന്യം, നാമമാഹാത്മ്യമൊക്കെ നമ്മൾ തുടക്കത്തിലെ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ് അല്ലെ, എല്ലാവർക്കും അതറിയാം. അപ്പൊ ആ നാമജപം പ്രധാനമാണ്. അത് എന്തിനാണ് നമ്മൾ ആദ്യം തന്നെ നാമം ജപിക്കുന്നത് വെച്ചാൽ ഇത് തന്നെ ഭഗവാന്റെ ഈ ഒരു നമുക്ക് ശ്രവണം, കീർത്തനം, സ്മരി, നവവിധ ഭക്തിയിലൂടെ നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധന വളരെ പ്രധാനമാണ്. പിന്നെ നമ്മള് 10ാമത്തെ അധ്യായത്തിലൊക്കെ നിങ്ങൾ കണ്ടാണ് ചതുർശ്ലോകി ഭഗവത്ഗീത നിങ്ങൾ കണ്ടാണ്. 10.8, 9, 10, 11 ഈ 4 ചതുർശ്ലോകി പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അഹം സർവസ്യ പ്രഭു മത്ത സർവം പ്രവർത്തതെ ഇതിമത്വ ഭജന്തേമ ബുധാഭാവ സമന്വിത അല്ലെ. എല്ലാ ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ എല്ലാം ഉറവിടം ഞാനാണ്, എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ബുദ്ധിമാന്മാർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ബുദ്ധി കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മളൊരു ആധ്യാത്മിക ഗുരുവിന്റെ പരമ്പരയിലുള്ള ഒരു ഗുരുവിനെ നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 7:14 ഭഗവാൻ പറയുന്നുണ്ട് ഈ പ്രകൃതിയുടെ ത്രിഗുണം ദേവി ഹേഷ ഗുണമയി മമമായ ദുരത്യ മാമേവയെ പ്രപദ്യന്റെ മായാമേതാം തരന്തിത്തെ അല്ലെ. ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അത് ഭഗവാന്റെ തന്നെയാണ് അല്ലെ. അതിനെ അതിക്രമിക്കാന്ന് വെച്ചാൽ ഒട്ടും എളുപ്പമല്ല എന്ന് ഭഗവാൻ പറയുന്നു. പക്ഷെ അടുത്ത ലൈനിൽ ഭഗവാൻ പറയുന്നു അത് എളുപ്പമാണ്. എങ്ങനെയാണ്? എനിക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുകയാണെങ്കിൽ, ഫുള്ളി സറണ്ടർ ചെയ്യുകയാണെങ്കിൽ അത് സാധിക്കും എന്ന് പറയുന്നത്. അപ്പം എല്ലാം നമ്മൾ പോയിന്റ് ചെയ്യുന്ന എവിടേക്കാണ്? ഭഗവാനിൽ നമ്മൾ സമർപ്പിക്കുക. പരമദിവ്യോത്തമ പുരുഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് നിഷ്പ്രയാസം സാധിക്കും. അപ്പോ ഈ സ്വയം സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഭഗവാൻ ആരാണ്, നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് ഈ സ്വയം സമർപ്പിക്കുന്ന പ്രക്രിയ പറയാനായിട്ടാണ് ഭഗവാൻ 5ാമത്തെ ശ്ലോകം പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ കണക്ഷനാണ്. 5ാമത്തെ ശ്ലോകം പറയുന്നു നിർമാനമോഹാജിത സംഗദോഷ അധ്യാത്മ നിത്യാ വിനിവൃത്ത കാമ ത്വന്തൈർവിമുക്ത സുഖദുഃഖ സഞ്ജൈർ ഗച്ഛന്ത്യമൂഢ പദമവ്യയം യത്. വിവർത്തനം പറയുന്നു മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽ പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായി വിഭ്രാന്തരാക്കാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ് നമുക്ക് ഒരു ഭഗവാന്റെ സ്വയം സമർപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതാണ് ആത്മസമർപ്പണം അല്ലെങ്കിൽ ആത്മനിവേദനം. അത് അറിയണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണം, നമുക്ക് കുറച്ച് ക്വാളിറ്റീസ്, നമുക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ ഭഗവാനെ അംഗീകരിക്കണം. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് പറയുന്നത്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദരാദർ ഗോവിന്ദ സർവകാരണ കാരണം. ബ്രഹ്മാവ് ബ്രഹ്മസമിതിയിൽ ഭഗവാനെ സ്തുതിക്കുന്നു അല്ലെ. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ആദിയും അന്തവും ഇല്ല. ഭഗവാനാണ് ആദി ദൈവം. മനസ്സിലായില്ലേ? ഭഗവാനാണ് നമ്മള് ഭാഗവതത്തിന്റെ 1ാമത്തെ ശ്ലോകം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യഥോണ്യാത് ഇതരതശ്ചേർത്ഥാൽ അഭിജ്ഞസ്വരാട് അല്ലെ. ആദ്യത്തെ ശ്ലോകത്തിന്റെ പറയുന്നത് അഭിജ്ഞനും സ്വരാടുമാണ്. ഭഗവാൻ അഭിജ്ഞനാണ്. അഭിജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ അത്രയും ജ്ഞാനമുള്ള, അല്ലെങ്കിൽ മറ്റു രീതി പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചും ഭഗവാന് ജ്ഞാനമുണ്ട്. മനസ്സിലായില്ലേ? പൂർണ്ണജ്ഞാനിയാണ്.
നമുക്ക് ഏത് വ്യക്തി ഈ ലോകത്തെടുത്തു കഴിഞ്ഞാൽ അത്രയും ജ്ഞാനം ആർക്കും ഉണ്ടാവില്ല, അല്ലെ? എന്തെങ്കിലുമൊക്കെ അറിയാം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ അല്ല, ഭഗവാൻ എന്ന് വെച്ചാൽ എല്ലാത്തിനെ കുറിച്ചും ഈ മുഴുവൻ പ്രപഞ്ചത്തില്, ഭൗതികവും ആധ്യാത്മികവുമായ മുഴുവൻ പ്രപഞ്ചത്തില്, അല്ലാണ്ട് ഈ നമ്മളുടെ ഭൗതിക ലോകത്തിൽ മാത്രമല്ല, എല്ലാത്തിനെ കുറിച്ചും അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. ആ ഭഗവാനെ നമ്മൾ അറിയണം. അതുപോലെ തന്നെ സ്വരാട്, ഭഗവാൻ സർവ്വസ്വതന്ത്രനാണ്. നമ്മൾ സ്വതന്ത്രരാന്ന് നമ്മൾ പറയും, പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല, അല്ലെ? പക്ഷെ ഭഗവാൻ സർവ്വസ്വതന്ത്രനാണ്. ഭഗവാന് മുകളിൽ ആരുമില്ല, ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ ഭഗവാനും നമ്മൾ ഭഗവാന്റെ സെർവന്റ് ഓഫ് ദ സെർവന്റ്, നമ്മൾ ഭഗവാന്റെ ഒരു ദാസനാണ് എന്നുള്ള ഈ ഒരു മനസ്സിലാക്കൽ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതാണ് ആദ്യത്തെ നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട മുന്നേറാനുള്ള ബുദ്ധിയൊക്കെ ഭഗവാൻ തരും. നമ്മൾ ചതുരശ്ലോകി 10.10 കണ്ട പോലെ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേനമാം ഉപയാന്തിതി, അല്ലെ? പ്രേമഭക്തിയോടെ എന്നെ ആരാധിക്കുന്നവർക്ക് ഞാൻ എന്ത് കൊടുക്കും? എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം കൊടുക്കും. മനസ്സിലായി? ബുദ്ധി എല്ലാം ഭഗവാന്റെ കയ്യിലിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഈ അധ്യായത്തിൽ ഒരു ശ്ലോകം, വളരെ പ്രധാന ശ്ലോകം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് കുറെ ഗുണങ്ങൾ വേണം. അപ്പോ 13.8-12 ശ്ലോകങ്ങൾ, 13-ാം അധ്യായത്തിലെ 8-12 ശ്ലോകങ്ങളിൽ ആ 20 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഈ ഗുണങ്ങൾ, അതായത് ജ്ഞാനത്തിന്റെ 20 വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്തായാലും. അപ്പൊ ഈ ഗുണങ്ങൾ, അതായത് വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കൽ, ഇങ്ങനെയുള്ള എല്ലാം പറയുന്നത്. അപ്പൊ അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം സമർപ്പണം സാധിക്കും എന്നുള്ള കാര്യം ഭഗവാനോട് പറയുകയാണ്. ഇനി 6-ാമത്തെ ശ്ലോകത്തിൽ, അപ്പൊ ഇത്രയും പറഞ്ഞു. അപ്പൊ നമ്മുടെ ഭൗതിക ലോകം തലകീഴായ അശ്വത്ഥ വൃക്ഷമായിട്ടും അതിലെങ്ങനെയാണ് ജീവാത്മാക്ക് നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ ഈ ഒരു ആത്മനിവേദന പ്രക്രിയ, നമുക്ക് എങ്ങനെ ഭൗതിക ത്രിഗുണങ്ങളെ ഭേദിച്ച് കടക്കാം, അല്ലെങ്കിൽ അതിനെ അതിക്രമിക്കാം, അതിന് ആത്മനിവേദന ആവശ്യമാണ്. അതിന് നമുക്ക് വേണ്ടത് ഗുണങ്ങളാണ് എന്നുള്ള കാര്യം. ആ ഗുണങ്ങളെല്ലാം 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് കിടക്കുന്നുണ്ട്. ഇനി ഭഗവാൻ 6-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ആധ്യാത്മിക ലോകത്തിന്റെ പ്രത്യേകതകൾ പറയാണ് ഇവിടെ. ഇതോടുകൂടി ആദ്യത്തെ സെറ്റാണ് തീരുന്നത്. ആ ശ്ലോകം നമുക്ക് നോക്കാം. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്യദ്വാന നിവർത്തന്തേ തദ്ധാമ പരം മമ. ഇവിടെ പറയുന്നു, വിവർത്തനം ശ്രീപ്രഭുപാദ് ജി, പരമമായ എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, അല്ലെ? നമുക്കിവിടെ കറണ്ട് പോയാൽ പണിയാവും, അല്ലെ? ഇവിടെ കറണ്ട് വേണം, നമുക്ക് തീ കത്തിക്കണം, അല്ലെ? അടുപ്പില് ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീ കത്തിക്കണം, സൂര്യൻ വേണം, അല്ലെ? സൂര്യൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രകാശത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെ? ചന്ദ്രൻ വേണം, അല്ലെ? ചന്ദ്രന്റെ വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫലങ്ങളൊക്കെ ഫലഭൂയിഷ്ടമായിട്ട് വരും. അതിന് രുചി, മണം, ഗന്ധം ഒക്കെ വരുന്നത് ആ ചന്ദ്രപ്രകാശത്തിലാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക്, പക്ഷെ ഭഗവത് ധാമത്തില് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല എന്ന് വെച്ചാല് അവിടെ എല്ലാവരും അങ്ങനെ പരവ്യമല്ല, അവിടെ എല്ലാവരും സ്വയം പ്രകാശിക്കുന്നവരാണ്. മനസ്സിലായി? അവർക്കെല്ലാം സ്വയമായിട്ട് പ്രകാശം, ഓരോ ഗ്രഹങ്ങളും വൈകുണ്ഠ ലോകത്തിൽ എല്ലാത്തിനും സ്വയം പ്രകാശിക്കുന്നുണ്ട്. എല്ലാ വ്യക്തികളും, ഇപ്പൊ ഭഗവാന്റെ തന്നെ ആ ഒരു പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി നമുക്ക് ചുറ്റുപാടിന്. അത്ര പ്രകാശമാണ് അവരുടെയൊക്കെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ കാന്തി വരുന്നത്. അപ്പോ അതുകൊണ്ട് എല്ലാം സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ട് വൈകുണ്ഠ ലോകങ്ങളെല്ലാം സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആധ്യാത്മിക ലോകത്തിലേക്ക്, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കടക്കുമ്പോൾ, അല്ലെ, വിരാജ നദിയൊക്കെ കടന്ന് നമ്മൾ കടക്കുമ്പോൾ, ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് പുറത്തു പോയിട്ട് നമ്മൾ ആധ്യാത്മികത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശമാണ് ബ്രഹ്മജ്യോതി എന്ന് നമ്മൾ പറയുന്നത്. ഈ ബ്രഹ്മജ്യോതി സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ആത്മീയ ലോകത്തിലെ ഓരോ ലോകങ്ങളുടെ ആ പ്രഭാവത്തിന്റെ ഒരു ഇത്. നമ്മളിപ്പോ നാട്ടിലൊക്കെ നടക്കുമ്പോൾ എവിടെയെങ്കിലും സ്റ്റേഡിയത്തിലൊക്കെ കളി, ഫുട്ബോളൊക്കെ നടക്കണമെങ്കിൽ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഫ്ലഡ് ലൈറ്റ്സ് ഉണ്ടാവും, അല്ലെ? കൊച്ചിയിലൊക്കെ ഉണ്ടാവും, പലയിടത്തും കാണാം, സിറ്റിയിലൊക്കെ. അപ്പോ ദൂരെന്ന് നമ്മൾ വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ നമുക്ക് ആകാശത്ത് ആ വെളിച്ചം കാണും. അതുപോലെയാണ്. അപ്പൊ അത് ചെറുത്, ഇത് ഈ സ്റ്റേഡിയത്തിൽ ചെറുത്. ഇത് അങ്ങനെയല്ല. എല്ലാ വൈകുണ്ഠ ലോകങ്ങളുടെയും ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിന്റെയും ഇതിൽ നിന്നെല്ലാം അവരവരുടെ ആ അതീന്ദ്രിയ ശരീരത്തിൽ നിന്ന് വരുന്ന കാന്തിയാണ് നമ്മൾ ആ കാണുന്ന ആ ഒരു എഫൾജൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്രഭാവങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. അപ്പൊ അവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഭൗതിക ലോകത്തിലെ പോലെയല്ല അവിടെ. മൊത്തത്തിൽ ആ ലോകം വ്യത്യാസമുണ്ട്. അപ്പോ ആത്മസമർപ്പണത്തിലൂടെ മാത്രമേ നമുക്ക് ആ ലോകത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത സെറ്റ് 7-11 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നു ദേഹാന്തര പ്രാപ്തിയെ കുറിച്ച് പറയുന്നു. സോൾ ട്രാൻസ്മൈഗ്രേഷൻ,
ദേഹാന്തര പ്രാപ്തിയെ കുറിച്ച് പറയുന്നത്. എങ്ങനെയാണ് ആത്മാവ് പോകുന്നത് ഒരു ശരീരത്തിൽ മറ്റൊരു ശരീരത്തിലേക്ക്. അപ്പൊ ഏറ്റവും പ്രധാന ഒരു ശ്ലോകമാണ് 7ാമത്തെ ശ്ലോകം. നമ്മളുടെ ജീവസത്തയുടെ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന വളരെ പ്രധാന ശ്ലോകം, കാണാതെ പഠിക്കേണ്ട ശ്ലോകമാണ്. ശ്ലോകം 7. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെ 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഭഗവാൻ പറയുകയാണ് നമ്മളുടെ ഐഡന്റിറ്റി. ഇപ്പൊ നമ്മൾ പറയില്ല, നമ്മുടെ പേരെഴുതി ഇന്ന വീട്, ഇന്ന വീട്ട്, ഇന്ന സ്ഥലം, ഇന്ന പോസ്റ്റ് ഓഫീസ്, ഇന്ന പിൻകോഡ്, അതാണ് നമുക്കിവിടെ ഭഗവാൻ തരുന്നത്. മമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന. ഈ ലോകത്തിലെ സകല ബദ്ധ ജീവാത്മാക്കൾ എന്റെ ശാശ്വതമായ അംശങ്ങളാണ്. സനാതന അതല്ലേ, നമ്മൾ ഒരിക്കലും വ്യക്തിത്വം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമ്മൾ സനാതനരാണ്, അതായത് നമ്മൾ ശാശ്വതമായ അംശങ്ങളാണ്. ചിലർ പറയും നമ്മൾ ഇവിടത്തെ ശരീരം വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോക്ഷം കിട്ടുമ്പോൾ നമ്മൾ ലയിച്ചു ചേരുകയാണ്, എവിടെയെങ്കിലും പോയി ലയിക്കുക. ഒരിക്കലും അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോ അത് ലയനം എന്ന് പറയുന്നതില്ല. നമ്മൾ 2ാമത്തെ അധ്യായത്തിന്റെ 9 ചിന്തന്ത്രി ശസ്ത്രാണിയൊക്കെ നമ്മൾ പഠിച്ചതാണ് ഒരുപാട്. അതായത് ആത്മാവിനെ കീറിമുറിക്കാൻ പറ്റില്ല, ഉണക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ തന്നെ ഒരിക്കലും നമ്മളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. നമ്മൾ എപ്പോഴും ഈ വ്യക്തിത്വം തന്നെ ആയിരിക്കും. പക്ഷെ ഉള്ളി നമ്മളുടെ ഈ ഭൗതിക ശരീരം വഴി നമ്മൾ ആത്മീയ ശരീരത്തിലേക്ക് പോകും. പിന്നെ അതിന് ജന്മം, മൃത്യു, ജരാവ്യാധികളൊന്നും ആവശ്യമില്ലാതെ ആത്മീയ ലോകത്ത് സസുഖം വാഴും. ഭഗവാന്റെ സേവനങ്ങളിലൊക്കെ ഏർപ്പെട്ടത് വാഴാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത ശ്ലോകം 8ാമത്തെ ശ്ലോകം. അപ്പൊ ഇത് ഇനിയുള്ളത് ദേഹാന്തര പ്രാപ്തിയെ കുറിക്കുന്ന ശ്ലോകങ്ങളാണ്. 8ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു, ശരീരം യദവാപ്നോതി യച്ഛാപ്യുക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. ഇതാണ് ദേഹാന്തര പ്രാപ്തി പറയുകയാണ്. അപ്പോ ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മൾ പറയും നമ്മൾക്ക് ഇൻഡിവിജ്വാലിറ്റി, നമ്മളൊരു ശരീരം നമ്മുടെ നശിച്ചു പോകും, അത് സ്ഥൂല ശരീരമാണ്. സൂക്ഷ്മ ശരീരം ആത്മാവിന്റെ കൂടെ പോകും. മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, അതാണ് സൂക്ഷ്മ ശരീരം, അത് ആത്മാവിന്റെ കൂടെ പോകും. പക്ഷെ ഇത് പോകുന്നത് എങ്ങനെയാണ്? ജീവിത സങ്കല്പങ്ങളെ കാറ്റ് ഗന്ധങ്ങൾ, ഒരു പൂവില് നല്ല റോസാപ്പൂ നല്ല സുഗന്ധത്തോടെ നിൽക്കുമ്പോൾ ഒരു കാറ്റ് വീശിയാൽ ആ പൂവ് അവിടെ നിൽക്കും, സുഗന്ധമുണ്ട്, പക്ഷെ ആ സുഗന്ധത്തിനെ ആ കാറ്റ് കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ ശരീരം, ഈ ഭൗതിക ശരീരം നഷ്ടപ്പെടുമ്പോൾ നമ്മളിലുള്ള ആ കർമ്മവാസനകളെ കാറ്റ് കൊണ്ടുപോകണ പോലെ അതിന്റെ അടുത്ത ശരീരത്തിലേക്ക് ആത്മാവിന്റെ കൂടെ അതെല്ലാം കൂടി കൊണ്ടുപോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് പുതിയ ശരീരം തരുന്നത്. അപ്പോ മരണസമയത്ത് നമ്മൾ എന്ത് അവബോധമാണോ നമുക്കുള്ളത് അതനുസരിച്ചാണ് നമുക്ക് പുതിയ ശരീരം കിട്ടുന്നത്. അപ്പൊ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതനുസരിച്ചായിരിക്കും നമ്മുടെ അവബോധം നിൽക്കുന്നത്. അതനുസരിച്ചായിരിക്കും മരണസമയത്ത് നമുക്കുള്ള അവബോധത്തിന്റെ സ്ഥിതി എന്താണോ. അപ്പൊ നമ്മളുടെ ആഗ്രഹം, ആസക്തി, അതനുസരിച്ചാണ് നമുക്ക് അടുത്ത ശരീരം. അപ്പൊ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളുടെ അടുത്ത ശരീരം എന്തു വേണമെന്നല്ലാതെ ഭഗവാൻ തഥാസ്തുവ പറയുന്നത്. ഭഗവാൻ അതിനെ പാസ്സാക്കി വിടുള്ളൂ, പക്ഷെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് ആണ് ഈ ശ്ലോകത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത്. 9ാമത്തെ ശ്ലോകം നോക്കാം. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവത്തെ. വിവർത്തനം പ്രഭുപാദ് കി ജയ്. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ ജന്മത്തിൽ ഇത് 8ന്റെ ബാക്കിയാണ് 9 പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോ, അതായത് ഇപ്പൊ ഈ ജീവിതത്തിൽ ഇരുന്നിട്ട് ഒരാൾ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുകയാണോ, എനിക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചിരുന്നെങ്കിൽ, അപ്പോ ആ ആഗ്രഹം അനുസരിച്ച് അയാൾക്കുള്ള രൂപം, അയാൾക്കുള്ള ഇന്ദ്രിയങ്ങൾ അവിടെ ഡെവലപ്പായി റെഡിയാവാൻ തുടങ്ങും. സെറ്റ് ആവും, ഫാക്ടറിയിൽ റെഡിയാവും. നമ്മൾ ചില സാധനങ്ങൾ ഓർഡർ കൊടുക്കണ പോലെയാണ്. ഇവിടുന്ന് ഓർഡർ പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിൽ നിന്ന് ഓർഡർ, അതെല്ലാം പരമാത്മാ റെക്കോർഡ് എടുക്കും, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ആസക്തി അനുസരിച്ച് അവിടെ ഒരു ഇന്ദ്രിയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ ചിലപ്പോൾ ഇപ്പൊ ഒരു മനുഷ്യനായിരിക്കും, പക്ഷെ അയാളുടെ ആസക്തി ഒരു നായയുടെ രീതിയിലാണ് അയാൾ ചിന്തിച്ച ആസക്തിയിൽ പോകണമെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ അടുത്ത ശരീരം നായയുടെ അവിടെ റെഡിയായിട്ട് ഈ ശരീരം നഷ്ടപ്പെടുമ്പോൾ ആത്മാവിന്റെയും ആ നായയുടെ ശരീരത്തിലേക്ക് പോയിട്ട് അയാൾ നായയായിട്ട് നിൽക്കേണ്ടി വരും. അതാണ് പറയുന്നത്. എന്തു ആവാം, അതാണ് ഇവിടെ ഈ ശ്ലോകം പറയുന്നത്. 9ാമത്തെ ശ്ലോകം പറയുന്നത്. അപ്പോ നമ്മൾക്ക് യഥാർത്ഥ നമ്മളുടെ ബോധം എന്ന് പറയുന്നത് കൃഷ്ണാവബോധമാണ്. അത്
വെള്ളം പോലെ ഇരിക്കുന്ന പറയാം. അപ്പൊ ഈ വെള്ളത്തിൽ ഒരു നീല കളർത്തിയ നീല കളർ ആവില്ല, അത് പറഞ്ഞ പോലെയാണ് നമുക്ക് ഭൗതിക ലോകത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഭൗതിക ലോകത്തിലെ അല്ലെങ്കിൽ ഈ ഭൗതിക ചിന്തകളുടെ ആ ഒരു ചിന്തകൾ കൊണ്ട് അവബോധം നമ്മുടെ കലുഷിതമാവുകയാണെങ്കിൽ ആ കലുഷിതമായ അവബോധത്തിലുള്ളതായിരിക്കും നമുക്ക് അടുത്ത ശരീരം കിട്ടുന്നത്. മനസ്സിലായി? ആ അവബോധത്തിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അടുത്ത ശരീരം കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. 10ാമത്തെ ശ്ലോകം നോക്കാം. ഉത്ക്രാമന്തം സ്ഥിതം വാപി പുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനു പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. വിവർത്തനം ശ്രീലപ്രഭുപാദി. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടു പോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്ക് അറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാവും. ഇവിടെ 10-11 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് എന്താ വെച്ചാൽ, ശാസ്ത്രജ്ഞാനമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികള് യഥാസ്ഥിതി കാര്യങ്ങൾ മനസ്സിലാക്കും, എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് മനസ്സിലാവും. അതേസമയം 11 പറയുന്നത് ജ്ഞാനമില്ലാത്തവർ അല്ലെങ്കിൽ ശാസ്ത്രമൊന്നും എനിക്ക് മനസ്സിലാക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുന്നവർക്ക് അവര് ഇഗ്നോറൻസ് ആണ്, അല്ലെങ്കിൽ ഇരുട്ടിൽ കിടന്ന് തപ്പും. അവർക്കൊന്നും എന്താണ് നടക്കുന്നത് മനസ്സിലാവില്ല. അതാണ് ഈ 2 ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ജ്ഞാനചക്ഷുഷ എന്ന വാക്കാണ് ഇവിടെ വളരെ പ്രത്യേകം പറയുന്നത്. അതായത് നമുക്ക് ഈ ജ്ഞാനം നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പരമ്പരയുള്ള ഗുരുവിന്റെ ആവശ്യമുള്ളത്. എന്നാലേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം കിട്ടുള്ളൂ. അതിനാണ് ഈ സത്സംഗവും നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പരമ്പരയിലുള്ള ആ ഗുരു ശിഷ്യ പരമ്പരയുള്ള വ്യക്തികളുമായിട്ടുള്ള സംസർഗത്തിലൂടെ നമ്മൾക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ യഥാർത്ഥ ജ്ഞാനം നമുക്ക് കിട്ടുകയും നമ്മൾ ഈ അജ്ഞതയിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ശ്ലോകം 11 പറയുന്നത് ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെയാണ്. യതന്തോ യോഗിനശ്ചൈനം പശ്യന്താത്മന്യവസ്ഥിതം യതന്തോ അപി കൃതാത്മാനോ നൈനം പശ്യന്ത ഛേദസഃ. വിവർത്തനം ശ്രീലപ്രഭുപാദി. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. അതാണ് അവരെന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും നമുക്ക് ആത്മസാക്ഷാത്കാരമില്ല, ശാസ്ത്രജ്ഞാനമില്ല, ഈ ശരിയായ പരമ്പരയുള്ള ഗുരുവിനെ അല്ല നമ്മൾ പിന്തുടരുന്നത്, അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളല്ല നമ്മൾ പിന്തുടരുന്നത്, അവരുമായിട്ടല്ല നമുക്ക് സംസർഗം എന്നുള്ളെങ്കിൽ നമ്മൾ എന്തെല്ലാം കാണിച്ചാൽ നമുക്ക് വളരെ ഭക്തിയിലൊക്കെ പോണ പോലെയൊക്കെ തോന്നും, പ്രകടമായിട്ട് കാണും, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു നമുക്കും തോന്നും. പക്ഷെ നമുക്ക് യഥാർത്ഥ ജ്ഞാനം കിട്ടില്ല. അതാണ് വളരെ വളരെ പ്രധാനമാണ് ഈ ഭഗവത്ഗീത യഥാരൂപമൊക്കെ നമ്മൾ പിന്തുടരേണ്ടതിന്റെ വളരെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വായിച്ചു കൂട്ടി അവസാനം ജന്മം കഴിയുമ്പോൾ മനസ്സിലാവുകയോ ഞാൻ വായിച്ചതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത വരും. ഇത് 2ാമത്തെ സെറ്റ് ഇവിടെ കഴിഞ്ഞു. ഇനി 3ാമത്തെ സെറ്റ് 12-15 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ എങ്ങനെ കൃഷ്ണൻ നമ്മളുടെ പരിപാലകനാവുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഹൗ ഹീസ് ദ മെയിൻറ്റെയിനർ, നമ്മളെങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ശ്ലോകം 12. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. വിവർത്തനം ശ്രീലപ്രഭുപാദി. പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ്, ഈ സ്പെസിഫിക് എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാണ് ഈ സൂര്യൻ. അപ്പൊ നമ്മൾക്കറിയാലേ, ഇപ്പൊ നമുക്ക് ഇവിടെ ആകെ നമുക്ക് ജോലിക്കുന്നത് സൂര്യനെ മാത്രം നമുക്കറിയാം അല്ലെ. സൂര്യന്റെ പ്രതിബിംബം അതാണ് വെളിച്ചം തെറ്റുന്ന ചന്ദ്രൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ സൂര്യന്റെ തേജസ് എവിടെ നിന്ന് വരുന്നു? അതെല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഈ ചന്ദ്രന്റെയും അഗ്നിയുടെയും എല്ലാ തേജസ്സുകളും എല്ലാം വരുന്നത് ഭഗവാനിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമുക്ക് ഈ കൃഷ്ണാവബോധം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഇത്തരം അറിവുകളെല്ലാം നമുക്ക് കിട്ടുകയും നമുക്ക് ഇത് മനസ്സിലാക്കാൻ, അതായത് ഭഗവാനിൽ നിന്നാണ് ഇത് വരുന്നത്. അതൊന്നും ഭഗവാൻ സൂര്യനെ എനിക്കറിയാം, ഞങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈശ്വരവിശ്വാസം ഇല്ലാണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജന്മമൃത്യു ജരാവ്യാധി ഇവിടെ കിടന്ന് കറങ്ങും, വീണ്ടും സയൻസ് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ യഥാർത്ഥ ശാസ്ത്രം, യഥാർത്ഥ സയൻസ്, കൃഷ്ണാവബോധം അല്ലെങ്കിൽ കൃഷ്ണശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭഗവാന്റെ ആ ഒരു ശക്തിയിലാണ് ഈ സൂര്യന്റെ ഇതെല്ലാം വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.
ഇപ്പൊ നമുക്ക് ഈ ചൂടും ചന്ദ്രപ്രകാശം അല്ലെ, സർവ്വസസ്യങ്ങളുടെയൊക്കെ ആ ഫലത്തിന്റെ ഗുണം, രുചി, ഇതെല്ലാം മണമെല്ലാം വരുന്നത്, വാസനകൾ, സുഗന്ധമൊക്കെ വരുത്തുന്നത് ചന്ദ്രപ്രകാശമാണ്. സൂര്യൻ നമുക്കറിയാം അല്ലെ, ഫോട്ടോസിന്തസിസ് അല്ലെ, നമുക്ക് ഭക്ഷണം ഏത് നമ്മളുടെ സസ്യങ്ങൾ പാചകം ചെയ്യുന്നത് അല്ലെ, ഈ ഇതിന് ഇത് വേണം, നമുക്ക് ജീവിക്കാൻ വേണം അല്ലെ, അഗ്നി നമുക്ക് വേണം അല്ലെ, അടുപ്പ് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യണം, അഗ്നി വേണം. അപ്പൊ ഇതിനെല്ലാം ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം വരുന്നത് ഭഗവാനാണെന്ന് ഈ ചിന്ത വരുമ്പോൾ നമുക്ക് കൃഷ്ണ ഇതെല്ലാം ഭഗവാനിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ ഭഗവത് സ്മരണ വരും, നമ്മൾ ഭഗവാനോട് നന്ദി, ഓക്കെ ഇതെല്ലാം ഭഗവാൻ കൊണ്ടാണെന്നുള്ള ആ ദാസ്യഭാവം നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. 13ാമത്തെ ശ്ലോകം. ഗാമാവിശ്യച ഭൂതാനി ധാരയാമൃഹമോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മകഃ. അവിടെ രസാത്മക വിവർത്തനം ശ്രീലപ്രഭാതയ്ക്ക് ചെയ്യും. ഞാൻ ഓരോ ഗ്രഹത്തിൽ ഉൾപ്പൂകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. കേട്ടോ, അതാണ് രസാത്മക. ഇവിടെ നമുക്കറിയാമല്ലേ, നമ്മുടെ ഭൂമി ഇങ്ങനെ അതിന്റെ സ്വന്തം ആക്സിസിൽ, അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത്. ഒപ്പം നമുക്കറിയാം ഇത് ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് പോലെ. അപ്പൊ ഇതെല്ലാം എവിടെയാ നിൽക്കുന്നത് അല്ലെ, നമ്മളിപ്പോ ഒരു കുറച്ച് മണ്ണെടുത്തിട്ട് വലിച്ചെറിഞ്ഞു നോക്കി, ആ മണ്ണ് എവിടെയെങ്കിലും ഒക്കെ പോയി തെറിച്ചു. ഒരു പന്തെടുത്ത് എറിഞ്ഞ് എവിടെയെങ്കിലും പോകും അല്ലെ, നമുക്ക് ആ പന്ത് കയ്യിൽ എത്ര നേരം കറങ്ങി നിർത്താൻ പറ്റും? കുറച്ചു നേരം പറ്റും. ഇത് അങ്ങനെയല്ല, ഇത് കാലാകാലങ്ങളായിട്ട് ഇതിനെല്ലാം, ഈ ഗ്രഹവ്യൂഹങ്ങളെല്ലാം ഒരു പ്രത്യേക ഭ്രമണപഥത്തിലൊക്കെ ഒരു ഓർബിറ്റിലും അതിന്റെ സ്വന്തം കറക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിലനിർത്തി. ഇത് ആരാ ചെയ്യുന്നത്? ഭഗവാനാണ്. ഇത് എങ്ങനെയാന്ന് പറയുന്നത്? ഭഗവാന്റെ കൈയുടെ മുഷ്ടിക്കുള്ളിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അതാണ് ഇത് സാധിക്കുന്നത്. ഇപ്പൊ നമ്മള് മുഷ്ടിന്ന് മണ്ണ് തെളിച്ച് പുറത്ത് പോകുന്നില്ല, അതല്ലേ ഭഗവാൻ. അതാണ് ഭഗവാന്റെ ശക്തി. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനാണെന്നാണ് പറയുന്നത്. ഭഗവാന്റെ കൈയുടെ മുഷ്ടിയുടെ ഉള്ളിലാണ് ഇവിടെ ഉള്ളത്. അതാണ് അതിന്റെ ഉപമയായിട്ട് ഇവിടെ പറയുന്നത്. ശ്ലോകം 14 നോക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു ശക്തിയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം ചെറുതാണ് അല്ലെ, ഭഗവാൻ വിഭുവാണ്, നമ്മൾ എത്രത്തോളം അണുവാണെന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ദാസാനുഭാവം നമുക്ക് വരും. അതിനാണ് ഭഗവാൻ ഇതെല്ലാം നമുക്ക് ഈ പുരുഷോത്തമ യോഗത്തിൽ കൂടെ പറഞ്ഞു തരുന്നത്. ശ്ലോകം 14 നോക്കാം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്യം ചതുർവിധം. വളരെ പ്രധാന ശ്ലോകമാണ്. വിവർത്തനം ശ്രീലപ്രഭാതയ്ക്ക്. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. കേട്ടോ, ഇവിടെ ഭഗവാൻ പറയുന്നു നമ്മുടെ ഉള്ളിലുള്ള അഗ്നി അല്ലെ, ഭഗവാൻ സൂര്യനാണ്, ചന്ദ്രനാണ്, ഇതെല്ലാം അഗ്നിയെല്ലാം ഭഗവാനാണ്. ഇനി നമ്മുടെ മനുഷ്യന്റെ ശരീരം എടുത്താൽ ഇതിനകത്തും അല്ലെ, നമ്മളും പഞ്ചഭൂതങ്ങളാൽ നിർബന്ധമാണ് അല്ലെ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ അഗ്നി എവിടെയുണ്ട്? നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വയറിലുണ്ട് അല്ലെ, ദഹനാഗ്നി. ഈ ദഹനാഗ്നി ഭഗവാനാണ്. അപ്പൊ ഈ ദഹനാഗ്നി ഇല്ലെങ്കിൽ നമുക്ക് ഡൈജഷൻ നടക്കില്ല, ദഹിക്കില്ല, നമ്മളെ ജീവൻ മുന്നോട്ട് പോവില്ല അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഇത് മറ്റൊരു പ്രധാന കാര്യം ഇവിടെ എന്താണെന്ന് വെച്ചാല്, ഈ ആഹാര വസ്തുക്കളെല്ലാം ദഹിപ്പിക്കാൻ ഭഗവാന്റെ സഹായം നമുക്ക് വേണം എന്നതിനോട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നു കണ്ടോ, പ്രാണിനാം ദേഹമാശ്രിത. കണ്ടോ, ഓരോ പ്രാണികളുടെയും, ഓരോ ജീവികളുടെയും, അല്ലെങ്കിൽ ഓരോ പ്രാണികളുടെയും ജീവികളുടെയും ആ ശരീരം അനുസരിച്ചാണ് ഭഗവാൻ ദഹനാഗ്നി സെറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോന്നിന്റെയും വ്യത്യാസമുണ്ട്. സിംഹത്തിന്റെ വയറ്റിലുള്ള ദഹനാഗ്നി ആയിരിക്കില്ല ഒരു കടുവയുടെ, അല്ലെങ്കിൽ അതായിരിക്കില്ല ഒരു മാനിന്റെ, അതായിരിക്കില്ല മനുഷ്യന്റെ. അപ്പൊ അതനുസരിച്ച് ഭഗവാൻ അവിടുത്തെ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് നമ്മളുടെ ഭക്ഷണ രീതികളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ആ ഭക്ഷണത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇത് പലരും മനസ്സിലാക്കാണ്ട് പോകുന്നു. അതുകൊണ്ട് നമ്മൾ കണ്ട സാധനം എല്ലാം വെട്ടി വലിച്ചു കയറ്റും. വളരെ പ്രധാന ശ്ലോകമാണിത്. ഇത് വായിക്കുക, ഭാവാർത്ഥമൊക്കെ മുഴുവനായിട്ട് വായിക്കുക. ഇതിന്റെ അന്തസത്ത ഇതാണ്. നമ്മൾക്ക് നമ്മുടെ ഭക്ഷണത്തിൽ സത്യത്തിൽ നമ്മൾ തടസ്സ ശക്തിയാണ്. ഭഗവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം ശരിക്കും നമുക്കില്ല. നമ്മൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന നമ്മൾ ആ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. കാരണം അതിനുള്ള ദഹനാഗ്നിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോ അതാണ് ഇവിടെ ഒരു പ്രധാന കാര്യം. അപ്പൊ കൃഷ്ണാബോധത്തിൽ വരുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുകയും നമ്മൾ അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ശ്ലോകം 15 വളരെ വളരെ പ്രധാന ശ്ലോകം ഈ അധ്യായത്തിലെ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈ അഹമേവ വേദ്യോ വേദാന്ത ഹൃദ്വേദ വിദേവ ച. വിവർത്തനം ശ്രീലപ്രഭാതയ്ക്ക്. സർവ്വജീവികളുടെയും
ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സർവസ്യശാഹം ഹൃദി സന്നിവിഷ്ടോ, സർവരുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഇത് ഈ ഒറ്റ ശ്ലോകം മതി അല്ലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതായത് ഇവിടെ പറയുന്നു, ഇപ്പൊ നമ്മളൊരു പരീക്ഷയ്ക്ക് പോയിട്ട് വളരെ നന്നായിട്ട് പഠിച്ചു, നമ്മൾ വിചാരിച്ചു എല്ലാം ശരിയാവും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. കാരണം എന്താണ്? മത്ത സ്മൃതിജ്ഞാനം അമോഹനം ചെയ്യാം. നമുക്ക് വേണ്ട ഓർമ്മയും അറിവും മറവിയും അല്ലെ. ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മറക്കണം ജീവിതത്തിൽ അല്ലെ. നമുക്കൊരു ദുരന്തം ഉണ്ടായി, അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മളെ വിട്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചു. ഇതെല്ലാം കാലക്രമേണ മറന്ന് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഭഗവാൻ തന്നെ സഹായിക്കും. അപ്പൊ ആ ഒരു നമ്മൾ ചിന്തിച്ചു നോക്കണം അല്ലെ. ഓർമ്മ നമുക്ക് വേണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയമുണ്ട്. അതുപോലെ തന്നെ മറവിയും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഓർമ്മ മറവിയൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന ആരാണ്? ഇതെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. മനസ്സിലായി? അതുപോലെ തന്നെ നമുക്ക് ജ്ഞാനം, അറിവ്, ഇതെല്ലാം ഭഗവാൻ പറയുന്നു എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിലൂടെ നമ്മൾ അതിന്റെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നമുക്ക് കർമ്മഫലം കിട്ടി, നമുക്ക് ഇന്ന ദേവനെ ആരാധിച്ചു, അതിന് ഇത് കിട്ടിയൊക്കെ നമുക്ക് അപ്പൊ അങ്ങനെ ജീവിച്ചു, അങ്ങനെ കർമ്മഫലത്തിനല്ല. വേദങ്ങളിലൂടെ അറിയേണ്ടത് ഭഗവാനെ തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ള കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം, വേദങ്ങളെ മൂന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കർമ്മകാന്ഡത്തിൽ പോയിട്ട് നമ്മൾ കർമ്മകാന്ഡികളായിട്ട് മാറുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ ഫലം അല്ലെ, ഫലം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിൽ പോയിട്ട് കുടുങ്ങിപ്പോവും. അപ്പൊ നമ്മൾ അതിൽ പല റിച്വൽസില്, പല ആചാരങ്ങളിലൊക്കെ പെട്ട് നമ്മൾ അങ്ങനെ പോകും. അതല്ല വേണ്ടത്. നമ്മൾ വേദങ്ങളിലൂടെ അറിയേണ്ടത് ഭഗവാനെ തന്നെയാണ്. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നത് ഞാനാണെന്ന് ഭഗവാൻ. അപ്പൊ നമ്മൾ ഭഗവാനെയാണ് വേദങ്ങളിലൂടെ അറിയേണ്ടത്. അപ്പൊ നമ്മൾ ഉപനിഷത്തും അതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഈശാവാസി ഉപനിഷത്ത് പഠിക്കില്ല. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചിതമാകൃത കശ്യസിത്തനം. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്ന എല്ലാത്തിന്റെയും അല്ലെ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഈശ്വരന്റെ ഉടമസ്ഥതയിലുള്ളത്, ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുവൻ തനിക്കായി നീക്കിവെക്കപ്പെട്ട അർഹമായ വസ്തുക്കൾ മാത്രം സ്വീകരിക്കുക, അന്യന്റെ ഒരു സാധനവും ധനവും ഒന്നും ആഗ്രഹിക്കരുതെന്ന് ഈശാവാസ്യമിതം ഫസ്റ്റ് മന്ത്രം പറയുന്നുണ്ട് ഈശാവാസ്യ ഉപനിഷത്തില്. അപ്പൊ ഇതെല്ലാം വേദത്തിൽ നിന്ന് വരുന്നതാണ് ഈ ഉപനിഷത്തെല്ലാം. അപ്പൊ ഇതിലൂടെ എല്ലാം നമ്മൾ ഭഗവാനെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാണ്ട് ഫലോദിഷ്ട കർമ്മങ്ങളുടെ പുറകെ, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസിന്റെ പുറകെ എല്ലാം പോകേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ ശ്ലോകം പറഞ്ഞു നിർത്തുമ്പോൾ നമുക്കൊരു ത്രിശ്ലോക ജ്ഞാനഗീത വരികയാണ്. ഇനി നമ്മൾ ചതുർശ്ലോകി ഭഗവത്ഗീത 10.8, 9, 10, 11 കണ്ട പോലെ ഇവിടെ 3 ശ്ലോകത്തിലുള്ള ഭഗവത്ഗീത മൊത്തം പറയുന്നതാണ് ത്രിശ്ലോക ജ്ഞാനഗീത. ഇതാണ് 15.16, 17, 18 ഇനി വരുന്ന ശ്ലോകങ്ങളാണ്. അപ്പൊ അതിലൂടെ നമ്മൾ കാണും, ഈ ഇതിനെ കുറിച്ച് കാണും. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഈ സംബന്ധം, അഭിധേയം, പ്രയോജനം എന്നുള്ള 3 ഇതാണ്. അതായത് നമ്മൾ ഈ ഒരു ഭഗവത് ധാമത്തിലേക്ക് നമ്മൾ മടങ്ങുവാൻ, നമ്മുടെ ജീവിതം പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ഈ 3 ജ്ഞാന പ്രക്രിയകൾ നമ്മൾ അറിയണം. സംബന്ധജ്ഞാനം, അഭിധേയം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ശ്ലോകം 16 നോക്കാം. അപ്പൊ അത് പറയാം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരച്ഛാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഇവിടെ പറയുന്നു, പുരുഷന്മാർ 2 വിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റാവുന്നവരാകുന്നു, ആധ്യാത്മിക ലോകത്തിലെ ജീവാത്മാക്കൾ തെറ്റുപറ്റും. വളരെ കൃത്യമായിട്ട് ഭാവം പറയും. അപ്പോ ഇനി നമ്മൾ കാണുന്ന 16, 17, 18 ഈ 3 ശ്ലോകങ്ങളില് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് സംബന്ധജ്ഞാനമാണ്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഭഗവാൻ, സംബന്ധം എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനുമായിട്ട് എങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാം, ഭഗവാനും നമ്മൾ തമ്മിൽ ഒരു ബന്ധം എങ്ങനെ ഉണ്ടാക്കാം, അതാണ് സംബന്ധജ്ഞാനം. അഭിധേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബന്ധം എങ്ങനെ നമുക്കൊരു പ്രോസസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം, ഈ ബന്ധം സൃഷ്ടിക്കാനായിട്ട് അല്ലെ. ബന്ധം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് സംബന്ധം. പിന്നെ ബന്ധത്തിന് എങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാക്കാം, പിന്നെ നമ്മൾക്ക് എന്ത് പ്രയോജനം ലഭിക്കും, അതാണ് അവസാനത്തെ പ്രയോജനം. 3ാമത്തെ നമ്മുടെ ലക്ഷ്യം, അതാണ് പ്രയോജനം. അപ്പൊ അത് 20ാമത്തെ ശ്ലോകത്തിലെത്തും. അപ്പൊ ഇവിടെ സംബന്ധജ്ഞാനമാണ് പറയുന്നത് 16, 17, 18. അപ്പൊ ഇവിടെ പറയുന്നു ഭൗതിക ലോകത്തിലുള്ളവരെല്ലാം ക്ഷരമാണ് അല്ലെ, മറ്റേ ആധ്യാത്മിക ലോകത്തിലുള്ളവരെല്ലാം അക്ഷരമാണ്. അതായത് നമ്മൾ ബദ്ധജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റാവുന്നവരാണ്. പക്ഷെ മുക്താത്മാവുമ്പോൾ നമുക്ക് തെറ്റൊന്നും പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ ജീവഭൂത ആൻഡ് ബ്രഹ്മഭൂത പറയുന്നത് അല്ലെ. ഭൗതിക പ്രകൃതിയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളെല്ലാവരും
ജീവഭൂതരാണ്. നമുക്ക് എപ്പോഴും മിസ്റ്റേക്സ് ഒരുപാട് പറ്റും. പിന്നെ ബ്രഹ്മഭൂത എന്ന് വെച്ചാല് നമ്മള് നമുക്ക് തെറ്റു പറ്റാത്തവരാണ്. പിന്നെ ഇവിടെ കൂടസ്ഥ എന്ന് പറയുന്നത്, കൂടസ്ഥ എന്ന് പറഞ്ഞാൽ ഏകഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമ്മള് ഈ ഭൗതിക ലോകത്ത് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഭഗവാൻ ഒരു ഇച്ഛിക്കുന്നുണ്ട്, ഭഗവാൻ ഒരു ഇച്ഛയുണ്ട് അല്ലെ, ഭഗവാന്റെ ചില ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മൾ പോകണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ഭൗതിക ലോകത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ തോന്നിയ വഴിക്കാ പോകുന്നത്. പക്ഷെ ആത്മീയ ലോകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് മുക്താത്മാവ് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവര് ഏകത്വമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഭഗവാൻ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ എന്ത് വിചാരിക്കുന്നു അത് നടക്കും. അതാണ് കൂടസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ ഭഗവാൻ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ മുക്താത്മാവായി മാറും. അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് തെറ്റുപറ്റാത്ത ആത്മീയ ലോകത്തേക്ക് നമുക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ ത്രിശ്ലോക ജ്ഞാനഗീതയുടെ രണ്ടാമത്തെ ശ്ലോകമാണ് ശ്ലോകം 17. സംബന്ധജ്ഞാനം തന്നെ പറയുന്നു. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്തവ്യയ ഈശ്വര. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക്. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി ഇവയെ പുലർത്തി പോരുന്നു. അപ്പൊ ഇവിടെ 2 പറഞ്ഞു, ബദ്ധാത്മാവിനെ കുറിച്ചും മുക്താത്മാവിനെ കുറിച്ചും പറഞ്ഞു. അതൊക്കെ ഒരുപാടുണ്ട് അല്ലെ, എണ്ണമറ്റ ആൾക്കാരുണ്ട്, അതിന് എണ്ണമൊന്നുമില്ല, അത് അത്രയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു ഈ അതിനെല്ലാം ഉപരിയായി ഓരോരാളുണ്ട്, ഇവരുടെ ഉള്ളിൽ പരമാത്മാ രൂപേണ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പരമാത്മാവിനെ കുറിച്ച്. അപ്പോ ഈ പരമാത്മാവിനെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യന് മാത്രമാണ് നമുക്ക് പൂർണ്ണ ശാന്തി നേടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പരമാത്മാവ് രൂപേണ ഭഗവാൻ, നമ്മൾ ജീവാത്മാവാണെന്നും ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്ട് അംശമാണെന്നും പരമാത്മാ രൂപേണ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഒരു സാക്ഷിയെ പോലെ ജീവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 3-ാമത്തെ ത്രിശ്ലോക ജ്ഞാനഗീത 3-ാമത്തെ ശ്ലോകം ആണ്. സംബന്ധജ്ഞാനം തന്നെ പറയുന്നു. ശ്ലോകം 18. യസ്മാത് ശരമതീതോ അതീതോഹ അക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമഃ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പോയിട്ടുണ്ടോ. ഭഗവാൻ തന്നെ ഡിക്ലെയർ ചെയ്യണം. ഇതാണ് പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ പുരുഷോത്തമനാണെന്ന് പുരുഷോത്തമനായ ഭഗവാൻ തന്നെ പറയുകയാണ്. ഞാനാണ്, ഐ ആം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നുള്ള കാര്യം ഭഗവാനോട് പറയുകയാണ്. അപ്പോ ഭഗവാന് ഇന്ദ്രിയാതീതനാണ്. കണ്ടില്ലേ, നമുക്ക് ഇന്ദ്രിയങ്ങളുടെയിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. ഇവിടെ ഭഗവാൻ ഇന്ദ്രിയാതീതനാണ്, ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠ. ഭഗവാന്റെ അത്രയും, അതിന് മുകളിൽ ഒരാളില്ല, അത്രയും അല്ലെ. ഷഡൈശ്വര്യങ്ങളുടെ എല്ലാം സ്രോതസ് അല്ലെ, അചിന്ത്യമാണ് എല്ലാം ഭഗവാന്റെ കയ്യിലുള്ളത്. എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് സമ്പൂർണനാണ്. നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മള് ഭഗവാന്റെ അഭിജ്ഞനാണെന്ന് പറയുന്നത്, പൂർണ്ണ ജ്ഞാനം. അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളാലും സമ്പുഷ്ടമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയുന്നു. അങ്ങനെ മറ്റൊരാളില്ല എന്നുള്ള കാര്യമാണ് ഭഗവാനോട് പറഞ്ഞത്. ഇതാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താണ്, ജീവാത്മാവാണ്, ഭഗവാന്റെ അംശമാണ്. പക്ഷെ നമ്മള് ഇന്ദ്രിയ സുഖങ്ങളിലൊക്കെ പെട്ട് നമ്മള് ബദ്ധജീവാത്മാവായി പോകുന്നു. നമുക്ക് തെറ്റുകൾ പറ്റും. പക്ഷെ നമ്മള് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മുക്തജീവാത്മാവാകാം, അല്ലെങ്കിൽ മുക്താത്മാവാകാം. ആ മുക്താത്മാവാകുമ്പോൾ നമ്മൾ ഭഗവത് ലോകത്തെത്തും. അപ്പൊ അവിടെ എത്തുമ്പോ നമുക്ക് ഈ ക്ഷരം അല്ലെ ഇല്ല, അതായത് നമുക്ക് തെറ്റുപറ്റാത്ത ഒരു സ്ഥലത്ത് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് ജന്മമൃത്യുജരാവ്യാധി എന്ന് പറയുന്ന ചക്രത്തെ ഭേദിച്ച് നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും. പരമാത്മാ രൂപേണ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഗോലോകവൃന്ദാവനത്തിൽ ഭഗവാനുണ്ട്, പക്ഷെ നമ്മുടെ കൂടെ തന്നെയും പരമാത്മാ രൂപേണ ഭഗവാനുണ്ടെന്നുള്ള ജ്ഞാനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അഭിധേയ ജ്ഞാനമാണ്. അതായത് അഭിധേയം, അതായത് ആ പ്രോസസ്സാണ്. ഇനി എങ്ങനെ നമുക്കത് ഭഗവാന്റെ ഈ ബന്ധം സ്ഥാപിക്കാം ഭഗവാനുമായിട്ട്. ശ്ലോകം 19 പറയുന്നു. യോ മാമേവ സമ്മൂഢോ യേ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. എന്നെ പരമ ദിവ്യ പുരുഷോത്തമനായ ഭഗവാനെന്ന് നിസംശയം അറിയുന്നവർ
എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. കണ്ടോ, ഇവിടെ ഭഗവാൻ വളരെ ആ പ്രോസസ്സ് പ്രക്രിയ പറയുകയാണ്. വളരെ സിമ്പിൾ. എന്താണ് ഭക്തിയുത സേവനം? വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇതുവരെ പല പല ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, എന്റെ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം അത് എന്നൊക്കെ പറയുന്ന അതൊക്കെ പറയുന്നുണ്ട്. എല്ലാം എന്റെ സേവനത്തിലേക്ക് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഭഗവാൻ പറയുന്നത്. ആ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞ ഭക്തി സേവനം. ഭഗവാനെ സർവ ദിവ്യോത്തമ പുരുഷനായി കണ്ടിട്ട് നമ്മൾ ഭഗവാന്റെ അംശമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ എന്താണ് നമ്മളൊരു സെർവന്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഭഗവാനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. 20ാമത്തെ ശ്ലോകം പ്രയോജനം പറയുന്നു ഈ ഒരു പ്രോസസ്സിന്റെ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. ഭഗവാൻ ഇവിടെ അതിന്റെ പ്രയോജനം പറയുകയാണ്. നമ്മൾക്ക് ഈ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ലഭിക്കണമെങ്കിൽ, നമുക്ക് ഇന്ദ്രിയാതീതനായി ഭഗവാനെ ലഭിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് ഭക്തിയുത സേവനം അനുഷ്ഠിച്ചാൽ മതി. പക്ഷെ ഈ ഭക്തി സേവനം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് അനുഷ്ഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് രണ്ട് പ്രശ്നമുണ്ട്. നമുക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചില ഹൃദയ ദൗർബല്യം ഉണ്ട്. നമുക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഹൃദയ ദൗർബല്യം രണ്ട് രീതിയിലാണ് നമുക്കുള്ളത്. ഒന്ന്, ഭൗതിക പ്രകൃതിയെ കീഴടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമുക്ക് എപ്പോഴും. അതിനാണ് നമ്മൾ മനുഷ്യർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ അധപ്പതനത്തിന് ഒരു കാരണം. നമ്മുടെ ഉത്കൃഷ്ട ശക്തിയാണ് ഭൗതിക പ്രകൃതിയെക്കാളും. ഭൗതിക പ്രകൃതിയെ ഭഗവാൻ 7ാമത്തെ എന്ന് പറയുന്നത് നമ്മൾ തടസ്സ ശക്തിയാണ്, ജീവാത്മാക്കള് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഭൗതിക പ്രകൃതിയെ കീഴടക്കാനായിട്ട് നമ്മൾ നടക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു ഹൃദയ ദൗർബല്യം. ഇത് നമ്മളുടെ പതനത്തിന് കാരണമാകും. രണ്ടാമത്തെ കാര്യം, ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസന വളരുന്നതോടൊപ്പം നമുക്ക് ഭൗതിക വസ്തുക്കളിലുള്ള ആസക്തി കൂടും. അപ്പൊ നമുക്ക് ഇനിയും അതെല്ലാം വേണം, എനിക്ക് ഇനിയും കാറ് വേണം, ഇനിയും സമ്പത്ത് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം. ഈ ആസക്തി വരുമ്പോ അന്ധകാലേച്ച മാമേവ 8.5 പറയുന്ന പോലെ സ്മരൺ മുക്ത്വാ കളയവരോ അല്ലെ, അന്ത്യസമയത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് ജീവൻ വെടിയുന്നവർ എന്റെ ഭാവത്തെ, അതെ അതീന്ദ്രിയ ഭാവത്തെ, ഭഗവാന്റെ ഭാവത്തെ ഉടൻ പ്രാപിക്കുമെന്ന് ഭഗവാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. പക്ഷെ എന്ത് പറ്റും? ഇങ്ങനെ ഈ ഒരു പ്രകൃതിയെ കീഴടക്കാനും ഈ ഭൗതിക പദാർത്ഥങ്ങളിലുള്ള താല്പര്യം നിമിത്തം നമ്മുടെ ആസക്തി അതിലിരിക്കുമ്പോൾ അന്ത്യസമയത്ത് ഭഗവത് സ്മരണ വരില്ല, നാമജപം വരില്ല. പകരം അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല, മറ്റത് കൂടി മേടിക്കായിരുന്നു, ആ പറമ്പും കൂടി വാങ്ങിക്കായിരുന്നു, അല്ലെ ഈ വീടും കൂടി പണിയായിരുന്നു, ആ കാറും കൂടി വാങ്ങായിരുന്നു, ഇങ്ങനെയുള്ള പല ചിന്തകൾ നമ്മളിൽ കയറി വരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ ഹൃദയ ദൗർബല്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൃദയ ദൗർബല്യങ്ങളെ വെടിഞ്ഞിട്ട് നമ്മൾ ഈ ഭഗവത് ചിന്തയിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ്. ഇപ്പോ ഇതാണ് ഈ 15ാം അധ്യായ പുരുഷോത്തമ യോഗം പറയുന്നത്. ഏതാണ്ട് ശ്ലോകം മുഴുവനായിട്ടുണ്ട്. അപ്പൊ ഈ അധ്യായത്തിന്റെ ആദ്യ ശ്ലോകങ്ങളിൽ നമ്മൾക്ക് ഈ മനോദൗർബല്യങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്ന കാര്യങ്ങളാണ് 5 ശ്ലോകങ്ങൾ പറയുന്നത്. 6 മുതൽ 20 വരെയാണ് ഈ പുരുഷോത്തമ യോഗം ഭഗവാൻ ഓരോ സെറ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. ഹരേ കൃഷ്ണ. കുറച്ച് സ്പീഡിലാണ് പോയത്, ഹരേ കൃഷ്ണ. മനസ്സിലായി കാണും. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയമോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഒരു മാതാജി കൈ പൊക്കിയിട്ടുണ്ട്, രമ മാതാജി. ഇടയിൽ അറിയാണ്ട് ചെയ്താണോ അതോ ചോദിക്കാനായിട്ടാണോ? പുരുഷോത്തമ മാസം തീരാൻ ഇനി 2-3 ദിവസം കൂടി ഉണ്ട്. 15ാം തീയതി 16ാം തീയതി വരെയാന്ന് തോന്നുന്നു. അപ്പോ എല്ലാവരും പറ്റിയാൽ ഈ 15ാം അധ്യായം എടുത്തിട്ട് എല്ലാം വായിക്കുന്നതല്ലാണ്, പക്ഷെ 15ാം അധ്യായമെങ്കിലും വായിക്കുക. എല്ലാ ശ്ലോകവും അതിന്റെ വിവർത്തനമെങ്കിലും വായിച്ചു പോവുക. എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം വായിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോ എല്ലാവർക്കും പുരുഷോത്തമ മാസത്തിന്റെ എല്ലാ ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ ഈ മാസം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. സംശയമൊന്നുമില്ല.
ആർക്കും സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് വളരെയധികം നന്നായിട്ട് നമുക്ക് പുരുഷോത്തമ യോഗം എന്ന അധ്യായം പറഞ്ഞു തന്ന പ്രഭുവിന് വളരെയധികം നന്ദി. അതിലൂടെ നമുക്ക് ഭഗവാന്റെ ആ സുപ്രീമസി മനസ്സിലാക്കാൻ സാധിച്ചു. ആ, നമുക്ക് പ്രാർത്ഥനയോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദാഹ്ലാദദായിനി രണ്യകാശീപോർവക്ഷഃ ശീലഢാൻകാനഘാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹ ഏതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നഖാ അദ്ഭുതശൃംഗാ ദലിതാ ഹിരണ്യകാശിപൂ തനുഭൃംഗാ കേശവധൃതാ നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ ലക്ഷ്മീ നരസിംഹ ജയ ലക്ഷ്മീ നരസിംഹ ജയ ലക്ഷ്മീ നരസിംഹ ജയ ലക്ഷ്മീ നരസിംഹ ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ ശ്രീല പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ശ്രീല ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് തിങ്കളാഴ്ച സെയിം ടൈം. ഹരേ കൃഷ്ണ. Thank you, Mataji. Hari Bol. ഹരേ കൃഷ്ണ.